അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിൽ കിടപ്പാടത്തിനായി അലയുകയാണ് ഒരു അമ്മയും മകനും. 3 വർഷമായി വീട് നഷ്ടപ്പെട്ട ഇവരുടെ പരാതി കൊച്ചി കോർപ്പറേഷന് മുന്നിൽ പലതവണ എത്തി. എന്നിട്ടും അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന പരാതിയുമുണ്ട്. കൊച്ചിയിലെ പി.ആൻഡ്.ടി കോളനിയിൽ ശക്തമായ വെള്ളക്കെട്ടിനെ തുടർന്ന് 67 കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിച്ചത്. എന്നാൽ കോളനിക്ക് തൊട്ടടുത്തുള്ള വീടുകളിൽ താമസിക്കുന്ന 2 കുടുംബങ്ങളെ കോർപ്പറേഷൻ പരിഗണിച്ചില്ല. അതിൽപ്പെട്ടതായിരുന്നു 77-കാരിയായ ബേബിയും മകൻ വിനോദും. പായലുകൾ പൊതിച്ചു കിടക്കുന്ന വീടിന് വെളിയിലിറങ്ങിയാൽ മുട്ടറ്റം വെള്ളം. നിരന്തരം അസുഖങ്ങൾ പിടിപെട്ടതോടെ ബേബിയും കൂട്ടി 8000 രൂപ വാടകയിൽ മകൻ വിനോദ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. വെള്ളം വീട്ടിൽ കയറും. ഈ വെള്ളം ഉണ്ടല്ലോ, മഴവെള്ളം കയറും. വഴി കണ്ട വഴിയില്ല, വെറുതെ വെള്ളപ്പൊക്കം ഓർന്നു. പിന്നെ എൻ്റെ മോനെ വത്ത എടുത്തിട്ടാ പോണ, കൊച്ചുങ്ങളെ എടുത്തിട്ട് പോണവരെ. ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി കൊച്ചി കോർപ്പറേഷനും MLA-ക്കും MP-ക്കും പരാതി നൽകിയിട്ടും ഇടപെടലുണ്ടായില്ല. എല്ലാം ശരിയാക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വാച്ചും ചാർജറും വിറ്റ് കിട്ടുന്ന വരുമാനമാണ് ഏക ആശ്രയം. കോർപ്പറേഷൻ ഓഫീസിൽ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങി വയസ്സായ അമ്മച്ചീനെ കിട്ടി. ഞാൻ പലവട്ടം കയറി ഇറങ്ങിയപ്പോൾ മേയർ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് നിൽക്കുകയാണ്, ഇത്രയും വീട്ടുകാർക്ക് വേണ്ടി. ഞങ്ങൾ ഈ കനാലിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് ആൾക്കാരെ മേയർ വില വെക്കുന്നില്ല, മേയറിന് ആവശ്യമില്ല. അവിടെ അപ്പുറത്ത് ഇപ്പുറത്തോട്ടുള്ളവരെ ആവശ്യമില്ലെന്നാണ് മേയർ പറയുന്നത്. അപ്പോൾ ഇപ്പുറത്തുള്ളവരെ മാത്രമേ മേയറിന് ആവശ്യമുള്ളൂ. തലചായ്ക്കാൻ സ്വന്തമായൊരു വീട്, കാലങ്ങളായുള്ള ആവശ്യത്തിന് ഒരു അറുതി ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കൊച്ചിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം YS അഭിനന്ദ്, 24.